ഹായ് ഹലോ ഉത്സവങ്ങളും വിശേഷങ്ങളും വരുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ ഇഞ്ചി നാരങ്ങ മാങ്ങ കോമ്പോ അച്ചാറുകളെല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. ഓണം, ഉത്സവം, വിഷു ഇതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെയാണ് ഇതെല്ലാം റെഡിയാക്കി, അല്ലെങ്കിൽ ബർത്ത്ഡേ, അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിലല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിക്കറി റെഡിയാക്കുന്നുണ്ട് ഞാൻ. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. ഇതിന് മുന്നേ ഉള്ള ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ വിശാലമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടിയാണത്. അപ്പോൾ ഇഞ്ചി എന്തായാലും ഞാൻ മൂപ്പിച്ചെടുത്ത് കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഷോർട്സ് ആയിട്ട് തന്നെ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കയറി കണ്ടാൽ മതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ നാരങ്ങയും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. നാരങ്ങ കറി നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടി ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാളുടെ കൈ കൊണ്ട് നടക്കാത്തതുകൊണ്ട് എന്നെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. അവളും കൂടി ഇളക്കി തന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇളക്കി അച്ചാറെല്ലാം അങ്ങ് റെഡിയാക്കി എല്ലാം മൂപ്പിച്ചെടുത്ത് പൊടികളൊക്കെ ചേർത്ത് എല്ലാം നല്ല പാകമായി തിളപ്പിച്ച് കുറുക്കിയെടുത്തപ്പോൾ കാണാം ഒരു ഫോൺ കോൾ വരുവാണ്. സിന്ധു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ജാനുമോൾക്ക് വിളക്കെടുക്കാനുള്ള ഡ്രസ്സെല്ലാം തയ്ക്കാൻ കൊടുത്തിരുന്നതാണ്. എല്ലാം തച്ച് റെഡിയാക്കി, ഒന്ന് ഇട്ട് നോക്ക്, അളവാണോ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ടപ്പേന്ന് ഞങ്ങൾ ഓടി എങ്ങ് ചെന്ന് ഉടുപ്പൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ എല്ലാം കറക്റ്റ് നല്ല പക്ക അടിപൊളിയായിട്ട് തച്ച് തന്നിട്ടുണ്ട് ചേച്ചി. ഉടുപ്പൊക്കെ ഇട്ട് അളവെല്ലാം ഓക്കെയാണെന്ന് നോക്കിയപ്പോൾ കാണാം ചേച്ചിയുടെ വീട്ടിലെ കോഴിയിട്ട് നാടൻ കോഴിമുട്ട 3 തന്നു. അപ്പോൾ അതും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.